ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് സ്റ്റേജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതുപോലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കറക്റ്റ് അതുപോലെ തന്നെ വന്ന ചോദ്യങ്ങളും, അതുപോലെ നമുക്ക് ഇനിയും സ്കോർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾ നോക്കേണ്ട SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ചാപ്റ്റേഴ്സും കൂടെ ഞാനൊന്ന് പറയാം, മേഖലകളും പറയാം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈ 4 ജോഗ്രഫി ചോദ്യങ്ങളും. അതുപോലെ ഈ പറയുന്ന ചോദ്യം ഉണ്ടല്ലോ, ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്റ്റ് കിടപ്പുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യം നമുക്ക് എന്ത് നോക്കാം, ഈ ചോദ്യം തന്നെ നോക്കാം അല്ലെ. വിച്ച് മെഷർ ഓഫ് മണി സ്റ്റോക്ക് റെപ്രസെന്റ് ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ഏറ്റവും ഉയർന്ന ദ്രവ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി, ലിക്വിഡ് ക്യാഷ് തരാനാണ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മുടെ കയ്യിൽ വിനിമയം നടത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? എനിക്കൊരു സാധനം വേണമെങ്കിൽ എന്റെ കയ്യിൽ സ്വർണം ഇരുന്നിട്ടോ ബോണ്ട് ഇരുന്നിട്ടോ കാര്യമില്ല. എന്ത് വേണം എന്റെ കയ്യിൽ? പെട്ടെന്ന് സാധനം വാങ്ങിക്കണമെങ്കിൽ എന്റെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള കറൻസി വേണം അല്ലെ. ഏത് രാജ്യത്താണെങ്കിലും അതിന്റെ കറൻസി ഉണ്ടെങ്കിൽ എനിക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാം. അതാണ് ലിക്വിഡ് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണസ്റ്റോക്കിന്റെ അളവ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ കൃത്യമായിട്ട് ഈ M1, M2, M3 എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതറിയാൻ വയ്യാത്തവർക്ക് ഇത് എഴുതാൻ പറ്റില്ല. നോക്കിക്കേ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും മൊത്തമുള്ള പണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ M1, M2, M3, M4 4 രൂപങ്ങളിലാക്കിയിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കൈവശമുള്ള പണത്തിനെ 4ആയിട്ട് റിസർവ് ബാങ്ക് പറയുന്നുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് M1, M2, M3, M4. ഇതിനകത്ത് M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയം, കറൻസി നോട്ടുകള്, വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന സേവിങ്സ്, നമ്മുടെ കയ്യിലുള്ള കറൻസി, നാണയം കൈവശമുണ്ട്. സോ അതൊരു ലിക്വിഡിറ്റി ക്യാഷ് ആണ് അല്ലെ. ലിക്വിഫൈഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കൊണ്ടങ്ങ് കൊടുത്ത് നമ്മുടെ കാര്യം നടത്തിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ സേവിങ്സ് പൊട്ടിച്ചാൽ മതി, കാരണം നമ്മുടെ ലിക്വിഡ് ക്യാഷ് ആണത്. അതാണ് M1. ഇനി M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ M1ന്റെ കൂടെ, അതായത് നമ്മുടെ കൈവശമുള്ള കറൻസി നോട്ടുകളും സേവിങ്സിന്റെ കൂട്ടത്തില് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം കൂടെ ചേരുന്നതാണ് M2 എന്ന് പറയുന്നത്. M3 എന്ന് പറയുന്നത് ഈ M1ന്റെ കൂടെ വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപങ്ങളും കൂടെ കൂടുന്നത്. M4 എന്ന് പറയുമ്പോൾ M3യുടെ കൂടെ, അതായത് കൈവശമുള്ള കാശ് പ്ലസ് M3 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപങ്ങളുണ്ട്, അത് അതിന്റെ കൂട്ടത്തില് പോസ്റ്റ് ഓഫീസുകളുടെ മൊത്തം നിക്ഷേപം, അതായത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള മൊത്തം നിക്ഷേപം. ചിലത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ M1, M2 എന്നതിനെ നമ്മൾ നാരോ മണി എന്നാണ് വിളിക്കുന്നത്. M1, M2 എന്നുള്ളതിന് M1 കയ്യിലുള്ളത്, M2 എന്താണ്? ഈ M1ന്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിൽ നമുക്ക് സമ്പാദ്യ നിക്ഷേപം ഉണ്ടെങ്കിൽ അതും രണ്ടും നാരോ മണിയാണ്, നമുക്ക് എളുപ്പം കിട്ടും. M3, M4 എന്ന് പറയുന്നത് ഒരു ബ്രോഡ് മണിയാണ്, വിശാല പണമാണ്, അത് നമുക്ക് എളുപ്പം കിട്ടുന്നതല്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു അല്ലെ. അപ്പം ഈ ഒരു കാറ്റഗറൈസേഷനിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് ഈ പറയുന്നത്. അപ്പൊ ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലുള്ളത് എന്തായിരിക്കും? ദ്രവ്യതയ്ക്കുള്ള പണസ്റ്റോക്ക് ഏറ്റവും ഉയർന്നത് നമ്മുടെ കയ്യിലുള്ളതല്ലേ. സോ ഓപ്ഷൻ A ആണ് അല്ലെ. ഓപ്ഷൻ A M1 എന്നുള്ളതാണ്. അപ്പൊ M1, M2, M3 എല്ലാം കൃത്യമായിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എഴുതാൻ പോകുന്നവര് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ തന്നെ CRR, SLRും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഫിസ്ക്കൽ പോളിസി, എന്താണ് മോണിറ്ററി പോളിസി? ഇത് പ്രീവിയസ് ചോദ്യമാണ്. എന്താണ് ഫിസ്ക്കൽ പോളിസി? നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. നികുതി, ടാക്സ് ചുമത്തുന്നതും ഗവൺമെന്റിന്റെ ചെലവും. എന്താ മോണിറ്ററി പോളിസി? പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് മോണിറ്ററി പോളിസി. രണ്ടും തമ്മിൽ തെറ്റരുത്. നോക്കിക്കേ, ഇവിടെ ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പാക്കുന്നതും RBI ആണ്.
കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്ന ആളും റിസർവ് ബാങ്ക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് ഇപ്പൊ അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. ആ ഒരു സെക്ഷനും കൂടെ നോക്കിയിട്ട് പോവുക. SLR-ഉം CRR-ഉം കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്, SLR എന്താണ്, ഞാൻ ഇനി അത് പറയുന്നില്ല, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. ഇനി അത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് എന്താണ് +2 വരുന്ന സമയത്ത് മാക്രോ എക്കണോമിക്സിലും ഉണ്ട്. പക്ഷെ അത് നോക്കാൻ ഇനി സമയമില്ലാത്തവര് ഈ ഒരു ചാപ്റ്റർ എങ്കിലും നോക്കിയിട്ട് പോവുക കേട്ടോ. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്, നോക്കിയിട്ട് പോവുക. അപ്പൊ ആൻസർ ഇവിടെ നമുക്ക് കിട്ടി, M1 ആണ്. ഇനി നമുക്ക് ഇവിടേക്ക് പോകാം. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. +1 ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊച്ചു ക്ലാസ്സുകളിലും പഠിക്കാനുണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയെ പല പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ പാളികൾ എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം ആണല്ലോ, ക്രസ്റ്റ് എന്നറിയപ്പെടും. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം ആണല്ലോ. അതിനുശേഷം മാന്റിൽ ആണുള്ളത്. ഏറ്റവും ലാസ്റ്റ് ആണ് കാമ്പ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആന്തരിക കാമ്പിൽ എന്താണ് എന്നുള്ളതാണ്. ഭൂവൽക്കം എന്ന് പറയുമ്പം അവിടെ എന്താണ് കൂടുതലായിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കത്തിൽ സിമ എന്നുള്ളതാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും പുറമെ സിമയാണ്. എന്തൊക്കെയാ അത് സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അപ്പൊ ഓർത്ത് വെച്ചേക്ക, സിയാലും ഉണ്ട് സിമയും ഉണ്ട് അല്ലെ. സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൻകര ഭൂവൽക്കത്തിലാണ് സിയാൽ. സിയാൽ മീൻസ് സിലിക്ക അലൂമിന. അതുപോലെ സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക മഗ്നീഷ്യം. അതെവിടെയാണ്? സമുദ്ര ഭൂവൽക്കത്തിലാണ്. ഇനി മാന്റിലേക്ക് വരുന്ന സമയത്ത് ഉപരി മാന്റിലും ഉണ്ട്, അധോ മാന്റിലും ഉണ്ട്. അതായത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ഒരു പാളി ഉപരി മാന്റിൽ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. അധോ മാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപരിമാന്റിന് താഴെ സ്ഥിതി ചെയ്യുന്നു. ഇത് ഏത് അവസ്ഥയിലാണ്? അർദ്ധദ്രാവകാവസ്ഥയിലാണ് അല്ലെ. ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് കാമ്പ്. ഭൂമിയുടെ ഏറ്റവും അകത്താണിത്. ഇവിടെ എന്തുകൊണ്ട്, ഏത് ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? നിഫെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നിഫെ, നിക്കൽ ഇരുമ്പ്. നിക്കൽ ഇരുമ്പ് പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് പുറക്കാമ്പിലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് നിഫെ ഉള്ളത്. നിഫെ ഉള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും കിട്ടിക്കാണും ഈ ഒരു ആൻസർ. അടുത്തത് ആഗോളതാപനത്തിൽ നിന്ന് വന്ന ചോദ്യമായിരുന്നു. അപ്പൊ ആഗോളതാപനവും നിങ്ങൾ ആരും തെറ്റിക്കാൻ തീരെ സാധ്യതയില്ല. ആഗോളതാപനം എന്ന് പറയുമ്പോൾ ഇനിയും പഠിക്കാനുള്ളതും പ്രധാനപ്പെട്ട ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോളുകളുണ്ടല്ലോ, അത് ക്യോട്ടോ പ്രോട്ടോകോൾ പോലെയുള്ളത് ഒക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ച ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ആർഗൺ, ക്രിപ്റ്റൺ, ഓക്സിജൻ, മീഥൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ആഗോളതാപനം, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് CFC അല്ലെ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നൈട്രസ് ഓക്സൈഡ് കാരണമാകുന്നുണ്ട്, മീഥൈൻ കാരണമാകുന്നുണ്ട്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ മീഥൈൻ, ക്ലോറോ ഫ്ലോറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? അതൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, CO2 അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിനുശേഷം മീഥൈനും CFCയും നൈട്രസ് ഓക്സൈഡും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A മീഥൈൻ ആയിരുന്നു. ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. 1997 അല്ലെ, എഴുതാൻ പറ്റുന്നില്ല, 1997 ക്യോട്ടോ പ്രോട്ടോകോള് ഉച്ചകോടി നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ജപ്പാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഡിസംബർ 11 ഇത് വിളംബരം ചെയ്യുന്നത്. നിലവിൽ വന്ന വർഷം ഏതാ? 2005 ഇത് നിലവിൽ വരുന്നത്. ഏത് മാസം? ഫെബ്രുവരി മാസമാണ് നിലവിൽ വന്നത്. ഫെബ്രുവരി 16. ഓക്കെ. അംഗീകാരം നൽകിയ രാജ്യങ്ങൾ 141. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് കോണ്ടൂർ രേഖകളായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമുക്ക് മാപ്പ് എന്ന് പറയുന്നത് പുതിയ പുസ്തകത്തിൽ പഠിക്കാനില്ല, പഴയ പുസ്തകത്തിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഇത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഭൂപ്രകൃതി ഭൂപടങ്ങളിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ റിലീഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കോണ്ടൂർ രേഖകൾ തന്നെയാണ്. എന്താണ് ഈ കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മുടെ സീ ലെവലിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ, അതാണ് ഈ റിലീഫ് കൊണ്ട് പറയുന്നത്.
ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ റിലീഫ് എന്ന് പറയുന്നത് ഈ ഒരു ഉയരമാണ് കേട്ടോ. അതായത് കുന്നുകള് അല്ലെങ്കിൽ ഉയരം കൂടിയ പ്രദേശങ്ങളെ തമ്മിലുള്ളതിനെയാണ് റിലീഫ് എന്ന് വിളിക്കുന്നത്. സോ അതിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂറുകളാണ്. ഇനി ബാക്കിയൊന്നും എന്തുകൊണ്ടല്ല എന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ ഐസോ ബാർ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഒരേ മർദ്ദ മേഖലകളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഐസോ ബാറുകൾ അല്ലെ. ഇനി ഈ പറയുന്നത് കൂട്ട് തന്നെ ഐസോ ഹാലൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ സലൈനിറ്റി ആണ്, ഒരേപോലെയുള്ള സലൈനിറ്റി ഉള്ളവയെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. ഇനി ഹൈസോ ഹൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ മഴകളല്ല, മഴ കിട്ടുന്ന റെയിൻഫോൾ ഒരുപോലെ വരുന്ന ഏരിയാസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഐസോ ഹൈറ്റുകൾ. ഈ കൂട്ടത്തില് ഭൂപ്രകൃതി ഭൂപടത്തിൽ വരുന്നത് കോണ്ടൂറുകളാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോണ്ടൂറുകൾ. ഇവിടെ നിങ്ങൾക്ക് ടോപ്പോഗ്രാഫിക് മാപ്പ് ഉണ്ടല്ലോ, ധരാതലീയ ഭൂപടത്തിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ലേഔട്ട്, നമ്പറിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഗ്രിഡ് റെഫറിങ്ങും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അടുത്തത് ഏറ്റവും ലാസ്റ്റത്തേത് കിഴക്കേ റെയിൽവേയുടെ ആസ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. ഇവിടെ റെയിൽ ഗതാഗതം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളവർ ഈ റെയിൽ ഗതാഗതത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ജലഗതാഗതം കൂടെ നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാതകൾ, ദേശീയ ജലപാതകളെ കൂടെ നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പം ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? കിഴക്ക് റെയിൽവേയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. കിഴക്ക് റെയിൽവേ മീൻസ് പൂർവ്വ റെയിൽവേ, കൊൽക്കത്ത. ഇവിടെ ആൻസർ ഉണ്ട്, കൊൽക്കത്ത. ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം. മധ്യ റെയിൽവേ മുംബൈ ആണ്, പശ്ചിമ റെയിൽവേ മുംബൈ ചർച്ച് ഗേറ്റ്, പൂർവ്വ റെയിൽവേ കൊൽക്കത്ത, ഉത്തര റെയിൽവേ ന്യൂഡൽഹി, ഉത്തര പൂർവ്വ റെയിൽവേ ന്യൂഡൽഹി, ദക്ഷിണ റെയിൽവേ ചെന്നൈ, ഉത്തര പൂർവ്വ അതിർത്തി റെയിൽവേ മാലിഗാവ് ഗോഹട്ടി, ദക്ഷിണ പൂർവ്വ റെയിൽവേ കൊൽക്കത്ത, ഉത്തര മധ്യ റെയിൽവേ അലഹബാദ്, ഉത്തര പശ്ചിമ റെയിൽവേ ജയ്പൂർ, ദക്ഷിണ പശ്ചിമ റെയിൽവേ ഹൂബ്ലി, പൂർവ്വ മധ്യ റെയിൽവേ ഹാജിപൂർ, പശ്ചിമ മധ്യ റെയിൽവേ ജബൽപൂർ, പൂർവ്വ തീര റെയിൽവേ ഭുവനേശ്വർ, ദക്ഷിണ പൂർവ്വ മധ്യ റെയിൽവേ ബിലാസ്പൂർ, കൊങ്കൺ റെയിൽവേ നവി മുംബൈ. അപ്പം ഇത് ഡയറക്റ്റ് ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ ഈ വാട്ടർ വേസ് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. SCRT ചാപ്റ്റേഴ്സ് പുതിയ പുസ്തകം, പഴയ പുസ്തകം, പ്രത്യേകിച്ച് +1 ജോഗ്രഫി നോക്കുന്നവര് +1, എക്കണോമിക്സ് നോക്കുന്നവര് +1 ടെക്സ്റ്റ് ബുക്ക്, +2 ടെക്സ്റ്റ് ബുക്ക് മാക്രോ എക്കണോമിക്സ് നോക്കുന്നത് നന്നായിരിക്കും. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിക്കൊണ്ട് പോയാൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റിലേറ്റഡ് ഫാക്ട്സ് മാത്രമല്ല, നമ്മൾ ഏരിയ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഏരിയാസ് മനസ്സിലാക്കി നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കുറച്ച് ഫാക്ട്സുമായിട്ട് കാണാം. ബൈ.